ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ലോക 29-ാം ദിനം വിജയകരമായി പ്രദർശനം പൂർത്തീകരിച്ചുകൊണ്ട് പോവുകയാണ്. സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഈ ഒരു 29-ാം ദിനവും വരുന്നത്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 107 കോടി 32 ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത്. ഇന്നത്തോടെ സിനിമ അത് 108 കോടി കടക്കും എന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ്. സിനിമയ്ക്ക് ഇന്ന് പുതിയതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം 120-ന് മുകളിലുള്ള ഷോകൾ കൊച്ചിയിൽ മാത്രം ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന്. നിങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും എന്നുള്ളതും. 24 മണിക്കൂറിൽ ഇന്നലെ വിറ്റുപോയത് 19,000-ന് മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു ബുക്ക് മൈ ഷോയിലൂടെ കാണാൻ കഴിഞ്ഞത്. ഇന്ന് മണിക്കൂറിൽ നമുക്ക് ഈ ഒരു വേളയിൽ കാണാൻ കഴിയുന്നു 1,520-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു എന്നുള്ളത്. സിനിമ ഇന്നും റെക്കോർഡ് തൂക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഇതുവരെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം. ഇന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 1,017ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ്. 26,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകളിൽ പറയുന്നു. 10% സിനിമയുടെ ഒക്യുപ്പൻസിയായി ഇതുവരെ കാണാനും കഴിയുന്നത്. 43,16,000 രൂപയോളമാണ് ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻ. ഇന്നലെയും ഇതേ സമയത്ത് ഏറെക്കുറെ ഇതിനോട് അടുത്തുള്ള കളക്ഷൻ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. പിന്നീടാണ് വളരെ ഫാസ്റ്റായിട്ട് സിനിമയുടെ കളക്ഷൻ കൂടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ 95 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചതെങ്കിൽ ഇന്ന് 65 ലക്ഷം മുതൽ 80 ലക്ഷം രൂപയ്ക്ക് ഇടയിലായിരിക്കാം കളക്ഷൻ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും ഈ ഒരു പ്രകടനം കാണുമ്പോൾ തോന്നുന്നതും. ഇതിനോടകം അവർ പറയുന്നു 62,50,000 കണക്കുകളും. ഇനിയും ഇതുവരെയുള്ള ഷോ കൗണ്ടുകൾ പറയുന്നു പുറത്തുവിട്ടിരിക്കുന്നത് 42,362ഓളം ഷോകളും സിനിമയ്ക്ക് ടോട്ടലായി നടന്നു ഈ 29 ദിനങ്ങളിൽ എന്നുള്ളതാണ്. സിനിമയ്ക്ക് തമിഴിൽ ഇന്നും 14 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. തമിഴും തെലുങ്കിലൂടെ മാത്രമായി സിനിമയ്ക്ക് 20 ലക്ഷത്തോളമാണ് ഇന്നും കളക്ഷനായി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ തിങ്കൾ മുതൽ തിങ്കളാഴ്ച 16 ലക്ഷവും ചൊവ്വാഴ്ച 15 ലക്ഷം രൂപയും ബുധനാഴ്ച 15 ലക്ഷം രൂപയും ഇന്ന് 14 ലക്ഷം രൂപയും ലഭിക്കുകയാണ്. അതായത് ഒരു വർക്കിംഗ് ഡേയ്സ് ഉള്ള ഒരാഴ്ച അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഡേയ്സിൽ സിനിമയ്ക്ക് 1 കോടിക്ക് അടുത്തുള്ള കളക്ഷൻ വരുന്നു. വീക്കെൻഡിലേക്ക് വരുമ്പോൾ മികച്ച പ്രകടനം തന്നെ സിനിമ കാഴ്ചവെക്കുമെന്നുള്ളതിനും സംശയമില്ല. വരുന്ന ഒരാഴ്ച സിനിമയ്ക്ക് നിർണായക ആഴ്ചയാണ്. പ്രത്യേകിച്ച് അവധി ദിനങ്ങളും പൂജ ഹോളിഡേയ്സുമൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ സിനിമ 300 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 300 കോടിയിലേക്ക് സിനിമയ്ക്ക് എത്താൻ ഇനിയും വേണ്ടത് ഏകദേശം 19 കോടിക്ക് അടുത്താണ്. അതായത് സിനിമ ഇതിനോടകം തന്നെ 280 കോടി 45 ലക്ഷം രൂപ കടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് 28 ദിനങ്ങൾ കൊണ്ട് പുറത്തു വരുന്നത്. ഇന്നത്തെ കളക്ഷനോട് തീർച്ചയായും സിനിമ 281 കോടി കടക്കും എന്നുള്ളതും ഉറപ്പിക്കുകയാണ്. എന്തായാലും ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ള ദൂരവും സിനിമയുടെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 28 ദിനങ്ങൾ കൊണ്ട് സിനിമ നേടിയത് 107 കോടി 32 ലക്ഷം രൂപയാണെങ്കിൽ ഇന്നത്തോടെ സിനിമ അത് 108 കോടി കവർ ചെയ്യുമെന്നുള്ളതാണ്. പിന്നീട് 10 കോടി കൂടിയാണ് സിനിമയ്ക്ക് ഈ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് എത്താൻ. അതേപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമയ്ക്ക് ഏകദേശം 2.5-3 കോടിയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് തകർക്കാൻ ഇനിയും വേണ്ടത്. അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാളത്തിൽ നിന്നുള്ള ഡൊമസ്റ്റിക്കിൽ നിന്ന് ഒരു സിനിമ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മേഖലയിൽ സിനിമയ്ക്ക് ഉള്ള റെക്കോർഡ് തീർക്കണമെങ്കിൽ എന്തായാലും ലോകയ്ക്ക് കൂടുതൽ ഷോ ചാർട്ട് ചെയ്യപ്പെടുകയാണ്. നല്ല ലെവലിലുള്ള ഒരു ഷോ കൗണ്ട് ആഡ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് നാളെ മുതൽ അറിയാൻ കഴിയുന്നത്. കൊച്ചിയിൽ മാത്രം 120 ഷോകൾ ആഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലും അതിനനുസരിച്ചുള്ള ഷോകൾ ആഡ് ചെയ്യും. 5-ാം വാരത്തിലും സിനിമയ്ക്ക് 300-ന് മുകളിലുള്ള സ്ക്രീനുകളാണ് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും കാത്തിരിക്കുമ്പോൾ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം. ലൈക്കും ഷെയറും ഒപ്പം ഹൈപ്പും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.